നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കുട്ടമ്പുഴ പഞ്ചായത്തിലെ മാമലക്കണ്ടം ചാമപ്പാറയിൽ വീടിനു നേരെ വീണ്ടും കാട്ടാന ആക്രമണം. വീടിനും വീട്ടുപകരണങ്ങൾക്കും കനത്ത നാശം. മാമലക്കണ്ടം ചാമപ്പാറ സ്വദേശി ഡിനീഷ് ജോസഫിന്റെ വീടിന് നേരെയാണ് ചൊവ്വാഴ്ച പുലർച്ചെ കാട്ടാനക്കൂട്ടം ആക്രമണം നടത്തിയത്. മുൻപ് പലതവണ വീടിന് നേരെ കാട്ടാന ആക്രമണം നടന്നിട്ടുണ്ട്. ഫെൻസിംഗും ട്രെഞ്ചും നിർമ്മിച്ച കാട്ടാനശല്യം നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയായ എൽദോസ് പറഞ്ഞു. ദിവസങ്ങളായി ആനയുടെ ശല്യം കാരണം നിരന്തരമായിട്ട് കോട്ടയ്ക്കകത്ത് ഡിനീഷിന് ജീവിതം വഴിമുട്ടിയിരിക്കുന്നൊരവസ്ഥയാണ്. കാലങ്ങളായിട്ട് ആനകൾ കയറിക്കൊണ്ടിരുന്നിട്ടും ഫോറസ്റ്റുകാരോട് നിരന്തരമായിട്ട് പറഞ്ഞിട്ടും അതിനുവേണ്ട ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ പ്രദേശവാസികൾ ചെന്ന് അവരെ ആനക്കൂട്ടത്തെ ഓടിച്ചു മാറ്റി അവരെ വീട്ടിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. വീടിനോടനുബന്ധിച്ച മുഴുവൻ സാധനങ്ങളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനുവേണ്ടി ട്രെഞ്ച് താത്തുന്നതിനോ അല്ലെങ്കിൽ ഹാങ്ങിങ് ഫെൻസിങ് ഇടുന്നതിനോ വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് യാതൊരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് മാമലക്കണ്ടം പ്രദേശവാസികൾ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറു വികൽ പോലും MLAയുടെ ഭാഗത്തുനിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. അതിനുവേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് ഞങ്ങൾ പ്രദേശവാസികൾ അഭ്യർത്ഥിക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനക്കൂട്ടം ഈ പ്രദേശത്ത് തമ്പടിക്കുന്നത് പതിവാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.